ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ആത്മീയകഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഈ ശത്രു സംഹാര ശാസ്ത്രം. അതെ, മനുഷ്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് നിരവധി ശത്രുക്കളെ തരണം ചെയ്യുക എന്നുള്ളത്. അത് പല രൂപേണ ഉണ്ടാവാം. നമ്മുടെ ചിന്താഗതി ഒരു ശത്രുവാണ്. നമ്മുടെ കാഴ്ചപ്പാട് പലപ്പോഴും ശത്രുവായിട്ട് തിരികെ വരാറുണ്ട്. നമ്മുടെ പ്രവർത്തികൾ ശത്രുവായിട്ട് വരാറുണ്ട്. ഇനിയും വ്യക്തികളും അതേപോലെ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമാകുന്നതിനെല്ലാം ശത്രുത എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെന്ന ഏതെങ്കിലും വ്യക്തികൾ ആണ് നമ്മുടെ അഭിപ്രായമായിട്ട് ആശയമായിട്ട് പൊരുത്തപ്പെടാത്ത വ്യക്തികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു പറയാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പരിഹാരത്തിന് പല മാർഗ്ഗങ്ങൾ നമ്മൾ തേടാറുണ്ട്. ശരിക്കും ആത്മശക്തിയിലൂടെ തന്നെ ഏത് ശത്രുവിനെയും സംഹരിക്കാൻ സാധിക്കണം. നമ്മുടെ ഉള്ളിലുള്ള രജസ്, തമസ്, അല്ലെങ്കിൽ ദേഷ്യം, സ്പർദ്ധ, കുശുമ്പ്, അസൂയ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ ശത്രു തന്നെയാണ്. അതിനെ സംഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഏത് ദേവാലയങ്ങളിലും ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാറുള്ളത്, വഴിപാടുകൾ കഴിക്കാറുണ്ട്. ഏത് ശത്രുവിനെ? പുറത്തുള്ള ശത്രുവിനെ ഇല്ലാതാക്കാനല്ല, കുറയ്ക്കാനല്ല, നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള വാസനകളെ ഒന്ന് ഒഴിവാക്കി തരണേ, അതിന് സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വഴിപാടുകളും പൂജകളും ചെയ്യുക. അപ്പോൾ സാധാരണ ശത്രു സംഹാര പുഷ്പാഞ്ജലി നമ്മൾ കഴിക്കുമ്പം അവിടെ പേരും നാളും പറയാറുണ്ട്. കൗണ്ടർ പോറി എഴുതുമ്പോൾ അല്ലേ, അതാരുടെ പേരും നാളുമാണ് പറയേണ്ടത്? നമ്മൾ മനസ്സിൽ ഭൗതികതയെ കാണുന്ന ഏതെങ്കിലും ശത്രുവിൻ്റെ പേരും നാളുമാണോ? അല്ല, സ്വയം നമ്മളുടെ പേരും നാളുമാണ് കൊടുക്കാറ്. കാരണം നമ്മുടെ ഉള്ള ഈ ഛിദ്രശക്തികൾക്ക് അതിനെ ഒന്ന് ചെറുത്തു തോൽപ്പിക്കാൻ, അതിന് ശമനം വരുത്താൻ ഒന്ന് സഹായം തേടിയാണ്. അകത്ത് ശത്രുവിനെ ഇല്ലാതായി കഴിഞ്ഞാൽ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് നടന്നോളും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് ഫോഴ്സാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. രണ്ട് ഫോഴ്സ്, ഒരു ഇൻറ്റേർണൽ ഫോഴ്സും ഉണ്ട്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്. നമ്മൾ ഉപജീവനത്തിനായിട്ട്, ഇപ്പം ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതിനെ സഹായിക്കുന്ന സപ്പോർട്ടായിട്ടുള്ള ഒരു ഘടകമുണ്ട്. ഉപജീവന മാർഗ്ഗം നമ്മൾ പറയാറില്ല. തൊഴിലൊരു ഉപജീവന മാർഗ്ഗമാണ്. ഇപ്പം ജീവിക്കുമ്പം അതിന് വേണ്ടിയിട്ടുള്ള വരുമാന സ്രോതസ്സ് ഇടുന്നതിന് ഉപജീവനം എന്ന് പറയും. അപ്പം ഒരു വ്യക്തിക്ക് ഉപജീവനത്തിനായിട്ട് പുറമേ ഉള്ള ചില ശക്തികൾ വേണം. എന്തൊക്കെയാണ്? ധനം വേണം, അതോടൊപ്പം തന്നെ അധികാരം വേണം, നല്ല ബന്ധങ്ങൾ വേണം, കണക്ഷൻസ് വേണം, പൊസിഷൻസ്. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുറമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരവധി സമ്പാദിച്ച് നിലനിർത്തുമ്പോഴാണ് അതൊരു ശക്തിയായി മാറുന്നത്. നല്ല നല്ല ബന്ധങ്ങൾ, കണക്ഷൻസ്, അധികാരം, പദവി, ധനം, ഇതൊക്കെ വരുമ്പോൾ ഒരു വ്യക്തി പൊസിഷൻ, നമുക്കറിയാം നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ അധികാരം എന്ന് പറയുന്ന സംഭവം, ഇതെല്ലാം ഒരു ശക്തിയാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയും. എന്നാൽ മറ്റൊരു ഫോഴ്സാണ് ഇൻറ്റേർണൽ ഫോഴ്സ്, ആത്മീയമായ രീതിയിലുള്ള കരുത്ത്, അല്ലെങ്കിൽ അകത്തുള്ള ഒരുപാട് ശത്രുക്കൾ നിങ്ങളെ തളർത്താൻ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുണ്ടെങ്കിലോ, പുറമേ എത്രയൊക്കെ ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ വ്യക്തി തളർന്നു പോകുന്നു, നിഷ്പ്രഭമായി പോകും. അപ്പം ഭാര്യയും ഭർത്താവും എതിർദിശയിൽ സഞ്ചരിക്കുന്നു, അവിടെ അന്തഛിദ്രമാണ്, കുട്ടികൾ അവിടെ വളരുന്നു. ഇതിനെയൊക്കെ പരിഹാരത്തിനായിട്ട് പുറമേ നിന്നുള്ളൊരു ശക്തിയുടെ സഹായം, ഒരു നിയമത്തെ സഹായത്തിൽ പോയിട്ട്, നിവൃത്തിയില്ലെങ്കിൽ മാത്രം പോകാറുണ്ട്. എന്നാൽ ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പോലീസ് കേസും കോടതിയും ഇങ്ങനെ പ്രശ്നത്തിലൂടെ പോകുമ്പോൾ പ്രശ്നങ്ങൾ കൂടി വരുന്നു. അപ്പോൾ ഇവിടെ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഇന്നർ സ്ട്രെങ്ത് ഇല്ലാതെ വരുന്നതുകൊണ്ടാണ്. അപ്പം ഒന്ന് മനസ്സിലാക്കാനുള്ളത്, പുറമേ ഉള്ള സ്ട്രെങ്തിനോടൊപ്പം തന്നെ ആന്തരികമായ സ്ട്രെങ്തും നമുക്ക് ചേർന്ന് നിൽക്കുന്നിടത്തും ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ശരിയായ തലത്തിൽ പോകണം. അതിന് ഒരു ആത്മീയമായ ബാലൻസ് നേടുക എന്നുള്ളതാണ്. അതിനാദ്യം മനസ്സിലാക്കാനുള്ളത്, ഈ ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും, നമ്മളടക്കം എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും ഓരോരുത്തരും ഓരോ തരം ആൾക്കാരാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുക എന്നുള്ളതാണ്. എവരി പേഴ്സൺ ഈസ് യൂണിക് എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മളോടൊപ്പമുള്ളവരും അങ്ങനെ വൈവിധ്യം വ്യത്യസ്തതയുള്ളവരാണ്. ആ ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്ന എപ്പോഴാണ്? പലപ്പോഴും കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. അപ്പോൾ അവരെ കണക്ക് അവർ മാത്രമേ ഉള്ളൂ, നമ്മളെ കണക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം മറ്റുള്ളവരുടെ ഇന്നർ ഫോഴ്സിലുള്ളവരുടെ പ്രശ്നം കൊണ്ട് നിങ്ങൾ മനസ്സ് പതറിയാൽ അത് നിങ്ങളുടെ സർഗശക്തിയെയും ബാധിക്കും. എന്ന് വെച്ച് പലരെയും നമുക്ക് വെട്ടിമുറിച്ച് അറുത്ത് മുറിച്ച് കളയാനും പറ്റില്ല.
അതിനകത്ത് നിന്നുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ചില റിയലൈസേഷൻ, തിരിച്ചറിവ്, എൻ്റെ ഉള്ളിലെ ശക്തി എന്താണ്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം നടത്തുമ്പോൾ എത്ര കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും നമുക്ക് നേരിട്ട് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഇമ്പാക്റ്റ് എഫക്റ്റ് എന്ന് പറയും, എഫക്റ്റ് ഇല്ലാതെ ഉള്ള സംവിധാനത്തെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് കണ്ടിട്ടുണ്ട് ഭക്തിമാർഗത്തിലേക്ക് ശരിയായ മാർഗത്തിൽ പോകുന്നവർക്ക് പ്രശ്നങ്ങളില്ലാത്തവരല്ല, അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും, ചുറ്റുപാടുകളിൽ പ്രതിസന്ധി ഉണ്ടാകും. അപ്പോഴെല്ലാം ആത്മശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടാണ്, അതിനെ പരിപാലിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഈ പ്രതിസന്ധിയിലെല്ലാം ആടി ഉലയാതെ നിൽക്കുമെന്ന് പറയും. അത്രയും ഉറച്ച അചഞ്ചലമായൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ, കാണാൻ പറ്റില്ല, തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ പറ്റിയുള്ള ശരിയായ തിരിച്ചറിവ്. വിശ്വാസം എന്നത് പലപ്പോഴും ഒരു ഉറച്ച ദണ്ട് പോലെയാണ്. കുറ്റാക്കുറ്റിരുട്ടത്ത് പെട്ടുപോയ വ്യക്തിക്കും കയ്യിലൊരു നല്ല വടിയുണ്ടെങ്കിൽ കണ്ണ് കാണാൻ പാടില്ലെങ്കിലും അത് കുത്തിപ്പിടിച്ച് മുന്നിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് നീങ്ങാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റും. സ്പീഡ് കുറവായിരിക്കും, പക്ഷേ ഈ ഒരു വടിയുടെ ബലത്തിൽ, അതാണ് വിശ്വാസം എന്ന് പറഞ്ഞ ഉറച്ച ഒരു ദണ്ട് പോലെയാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഈ ഇരുട്ടത്ത് പോകുന്ന വ്യക്തി വടി കുത്തിപ്പിടിച്ച് പോകുന്ന വിശ്വാസത്തോടൊപ്പം തന്നെ കയ്യിൽ ഒരു വിളക്കും കൂടെ ഉണ്ടെങ്കിലോ, ഒരു ചിരാതുണ്ടെങ്കിലോ പ്രകാശവുമായി, അപ്പോൾ കൃത്യമായ രീതിയിൽ ആ റൂട്ട് കണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ കൈവിളക്കാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആത്മജ്ഞാനം എന്ന് പറയുന്നത് കൈവിളക്കാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് മുന്നോട്ടുള്ള ദർശനം, പാത കൃത്യമായി കിട്ടുകയുള്ളൂ. അപ്പം വിശ്വാസവും ജ്ഞാനവും സമുന്നയിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഏത് പ്രതിസന്ധി, എക്സ്റ്റേണലായിട്ടുള്ള പ്രതിസന്ധി ആയിക്കോട്ടെ, ഇൻറ്റേർണലായിട്ടുള്ള പ്രതിസന്ധി ആയിക്കോട്ടെ, അതിൻ്റെ നടുവിലൂടെ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ ഈ ശരിയായ ആത്മീയ ശാസ്ത്രം എന്തെന്ന് മനസ്സിലാക്കി ആ ഒരു ഊന്നുവടിയും ഉണ്ടാകുക, ഒപ്പം കൈവിളക്ക്, വിജ്ഞാനവും എന്നുള്ളത് തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോഴാണ് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധ്യമാവുള്ളൂ. ഇനി ചില ഘട്ടത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ വിളക്ക് ഒന്ന് ആടി ഉലയാറുണ്ട്. ഒരു കാറ്റടിച്ചു, ആ ദീപം ഒന്ന് ആടി ഉലഞ്ഞു, കെട്ടുപോയി എന്ന് വിചാരിക്കുക. കുറച്ച് നാളത്തേക്ക് അറിവ് എടുക്കാൻ നമുക്ക് സാഹചര്യം പറ്റിയില്ല എന്ന് വിചാരിച്ചു. എന്നിരുന്നാൽ തന്നെയും വിശ്വാസമുണ്ടെങ്കിലോ മുൻപോട്ട് നീങ്ങാൻ സാധിക്കുന്നു. അപ്പം ആ കെട്ടുപോയ വിളക്കിനെ വീണ്ടും കത്തിച്ചാൽ മതി. നമ്മൾ ജ്ഞാനം നേടാനുള്ള ശ്രമം ബോധപൂർവം നടത്തുമ്പോൾ യാത്ര സുഗമമാകും. ഇതറിയാതൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും എല്ലാം നമ്മുടെ മുന്നിൽ പ്രതിസന്ധിയായിട്ട് വരുന്നു. അപ്പം ഓർക്കുക, രണ്ട് വിധത്തിലുള്ള ശക്തികൾ ഒരു വ്യക്തിയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. എക്സ്റ്റേണലായിട്ടുള്ള ചില ഫോഴ്സും, അത് അധികാരമാകാം, പവറാകാം, ഒപ്പം ഇൻറ്റേർണലായിട്ടുള്ള ഫോഴ്സും ഉണ്ട്. ഇൻറ്റേർണലായിട്ടുള്ള ഫോഴ്സ് തളർത്തുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം സംജാതമാകുന്നത്. അതിനു വേണ്ടിയിട്ട് ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന യഥാർത്ഥ നോളജ് എന്നുള്ളതാണ്. ഈ പ്രപഞ്ചശക്തി എന്ത് എന്നുള്ളതിനെപ്പറ്റി യഥാർത്ഥ തിരിച്ചറിവാണ് സ്പിരിച്വാലിറ്റി. അത് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശക്തി സ്രോതസ് എന്നോടൊപ്പം സദാ ഉണ്ട്, അതിലാണ് ഞാൻ പോകുന്നത്. ഇല്ലെങ്കിൽ എത്ര കഴിവും സാമർഥ്യവും ഒക്കെ ഉള്ളവരാണേലും, ഒരുപാട് പാണ്ഡിത്യമുള്ളവരൊക്കെ ആയിരിക്കും, പക്ഷേ ചില വ്യക്തിപരമായ സ്വന്തമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തളർന്നു പോകാറുണ്ട്. ഏത് തളർച്ചയിൽ നിന്നും ഒരു ഉദ്ദീപനം ഉണ്ടാകണമെങ്കിൽ അവനവനെ പറ്റിയുള്ളൊരു ആത്മാവബോധം സ്വയം ചിന്തിക്കുകയും മറ്റൊരാൾ ഓർമ്മപ്പെടുത്തുകയും വേണം. ഭഗവത്ഗീതയിൽ അതുകൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. ഭഗവത്ഗീത എന്നാണ് പറയുന്നത്. ഭജിക്കാൻ പറ്റാത്തത് ഊർജം മാത്രമാണ്. അതിനെ സംബന്ധിച്ചുള്ള ഗീത പലപ്പോഴും പല ആശയങ്ങളെ പണ്ട് താളാത്മകമായ പാട്ടുകളിലൂടെയാണ്, രാഗത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഗീതം എന്ന് പറഞ്ഞത്. ഭഗവാനെ സംബന്ധിച്ചുള്ള വിഭജിക്കാൻ പറ്റാത്ത ഊർജ്ജത്തെ സംബന്ധിച്ചുള്ള ഗീതമാണ് ഭഗവത്ഗീത. അതുണ്ടാകാനുള്ള കാരണം എന്താ? ഒരു സംഘർഷം ഉണ്ടായതുകൊണ്ടാണ്. ഏറ്റവും നല്ല ധീരനായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിത്വമാണ് അർജുനൻ. അർജുനൻ്റെ മനസ്സ് പോലും തളർന്നു പോയി ഒരു വേള, ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ. അപ്പോൾ ആ അർജുനൻ്റെ മനസ്സിനെ ഉദ്ദീപിപ്പിക്കാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചശക്തിയാണ്. അപ്പം പ്രപഞ്ചശക്തിയായിട്ടുള്ള ഭഗവാൻ അർജുനനെ മനസ്സിനെ ശരിക്കും ഉത്തേജനം കൊടുക്കുകയാണ്. നിൻ്റെ കഴിവ് എന്താ എന്ന് നീ തിരിച്ചറിയൂ, വെറുതെ തളർന്ന് കരയാതെ, നിന്നിലുള്ള കഴിവ് എത്രത്തോളമുണ്ട്, ധീരയോദ്ധാവാണ്. ഒരുപാട് അർജുനൻ മറന്നുപോയ ചില കാര്യങ്ങൾ അയാളുടെ കഴിവിനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഒന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാലോ അപ്പോഴാണ് ഭഗവാൻ 2-ാം അധ്യായത്തിൽ സാഖ്യായോഗത്തിൽ ആത്മാവിനെ പരിചയപ്പെടുത്തുന്നത്. ആത്മാവെന്താണ്? അപ്പം കണ്ണ് തുറന്നപ്പോൾ അർജുനൻ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആത്മാവിനെ കൃത്യമായ പരിചയപ്പെടുത്തൽ കൊടുത്തപ്പോൾ
താൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അർജുനൻ ആ ശക്തി വീണ്ടെടുത്ത് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഉള്ള ഫോഴ്സിനെ, ശക്തിയെ തിരിച്ചറിയുക, അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ആത്മീയ പാതയിലൂടെ ഏത് വ്യക്തിക്കും ലഭിച്ചിരിക്കുന്ന ജീവിതത്തെ ധന്യധന്യമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ആത്മീയ കഥകൾ എന്നീ വിഷയം പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.